തൗഫീഖ്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ മാനദണ്ഡങ്ങളിൽ അതിനെ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോഴും ഈ കേന്ദ്ര സഹായം സംബന്ധിച്ച ഒരു വ്യക്തമായ രൂപരേഖ കേന്ദ്രം ഇതുവരെ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കത്തിൽ അങ്ങനെ എന്തെങ്കിലും കാര്യം ഈ മറുപടി കത്തിൽ കെ.വി. തോമസ് നൽകിയ കത്തിൽ പറയുന്നുണ്ടോ കേന്ദ്രം? രശ്മ, മറുപടി കത്തിൽ ആകെ പറയുന്നത് പ്രധാനമായും ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്ന കാര്യമാണ് ആദ്യം നിത്യാനന്ദ റായ് പറയുന്നത്. അതിന് പിന്നാലെ അതിനടുത്ത പാരഗ്രാഫിലാണ് ഈ സാമ്പത്തിക സഹായം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയുന്നത്. ഈ 388 കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അനുവദിച്ചതായിട്ട് പറയുന്നുണ്ട്. അതിൽ ഈ സംസ്ഥാനത്തിന്റെ വിഹിതം ഉൾപ്പെടെയാണ് അനുവദിച്ചിരിക്കുന്നത്. അത് 2 ഘട്ടങ്ങളിലായിട്ടാണ് ഇത്രയധികം തുക അനുവദിച്ചിരിക്കുന്നത്. അത് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാർ വിനിയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ SDRF-ൽ 394 കോടി രൂപ ബാക്കിയുണ്ട് എന്നുള്ളൊരു കണക്ക് കൂടി കേന്ദ്ര സർക്കാർ ഈ കത്തിലൂടെ പറയുന്നുണ്ട്. ഇത് അക്കൗണ്ടന്റ് ജനറൽ അറിയിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് നിലവിലത്തെ ഈ സാഹചര്യത്തിൽ കൂടുതൽ സാമ്പത്തിക സഹായം കേരളത്തിന് ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്രം നിലപാടെടുത്തിരിക്കുന്നത്. കാരണം 394 കോടി രൂപ കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് പണം അനുവദിച്ചു നൽകേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് നിത്യാനന്ദ റോയ് ഈ കത്തിലൂടെ പറയുന്നത്. ഒപ്പം മറ്റു ചില കാര്യങ്ങൾ പറയുന്നത് SDRF-ഉം NDRF-ഉം ഉൾപ്പെടെ അവിടെ നടത്തിയ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സംഭവസ്ഥലം സന്ദർശിച്ച കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേവിയുടെ ഉൾപ്പെടെ ആളുകൾ കേന്ദ്രസേന അവിടെ നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് അവിടെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുണ്ട്. രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായി ആളുകളുടെയും അതോടൊപ്പം തന്നെ ജീവജാലങ്ങളെയെല്ലാം സംരക്ഷിച്ച അല്ലെങ്കിൽ അവരുടെ ജീവൻ രക്ഷിച്ച കാര്യങ്ങൾ കൂടി ഈ കത്തിൽ എടുത്തു പറയുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഈ സമയത്ത് ഉണ്ടായിരുന്നു. മന്ത്രിതല സമിതി ആ പ്രദേശം സന്ദർശിക്കുകയും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ കേന്ദ്രത്തിന് സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് വയനാട്ടിൽ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളും നടപടികളും സ്വീകരിച്ചത് എന്നുകൂടി ഈ കത്തിൽ പറയുന്നു.